നമസ്കാരം സുഹൃത്തുക്കളെ. മദ്യനയത്തിൽ നിന്ന് വി.ഡി. സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി പിന്നോട്ട് പോയാലും PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരണു പോലും പിന്നോട്ട് പോകരുതെന്നൊരു അഭ്യർത്ഥനയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ ഈ ഇരുന്ന ഈങ്കുല വിളിക്കുന്നവര് വീട്ടിൽ അച്ഛനോ അമ്മയോ മറ്റു ബന്ധുക്കളോ ആരെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയോ ഒരു സാധനം വാങ്ങുകയോ ഒക്കെ ചെയ്താൽ അവരെ ഏടാന്നും പോടാന്നും എടീന്നും ഒക്കെയാണോ ഇവർ വിളിക്കുന്നത് എന്നാണ് എനിക്കിതിൻ്റെ ചോദ്യം. നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ രാഷ്ട്രപതി, നമ്മുടെ ഗവർണർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ തുല്യമായിട്ട് ബഹുമാനിക്കേണ്ടവരാണെന്നാണ് എൻ്റെ വിചാരം. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ പേരൻസും എൻ്റെ ടീച്ചേഴ്സും ഒക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇവരെ വീട്ടിൽ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊള്ളാം, ഇത്ര മോശമായിട്ട് വന്നിരുന്ന, അതും പെൺകുട്ടികൾ ഉൾപ്പെടെ വന്നിരുന്ന ഈ മുദ്രാവാക്യം വിളിക്കുന്ന ഇവരുടെ വീട്ടിൽ ഇത് കണ്ടു കഴിയുമ്പോൾ ഇവരുടെ അച്ഛനും അമ്മയും ഈ പറഞ്ഞ പോലെ ഇവരെ ഒന്ന് ശിക്ഷിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ ഇല്ലേ എന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞ് ഇവർക്ക് കൊച്ചുങ്ങളും മക്കളും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവരിത് കാണുകയാണെങ്കിൽ അവരെന്ത് ചിന്തിക്കുമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ഈ കാണിക്കുന്ന പോക്കൃത്തരം കാണിക്കുന്ന ഇവരൊക്കെ ഇവരുടെ സ്വന്തം മക്കളെ ഏത് രീതിയിലാണ് ഉപദേശിക്കാൻ പോകുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരുടെ ദേശീയ പ്രസിഡന്റ് ആദർശം സജി എന്ന് പറയുന്ന ആള് UP-യിലാണ് അവരുടെ വിദ്യാഭ്യാസം LLB ചെയ്യുന്നത്. അതും UP എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ. എല്ലാ BJP എല്ലാ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളും നടപ്പാക്കുന്ന ഒരു സ്ഥലമാണ് UP. പ്രത്യേകിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അവിടെ പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരുന്ന് ഈ കിടന്ന പോലെ പറയുന്ന വീരവാദങ്ങളൊക്കെ മുഴക്കുന്നതെന്ന് ആലോചിക്കണം. ഇവിടെ കോളേജ് ഇല്ലാഞ്ഞിട്ടാണോ? ഇവരുടെ SFIക്കാരുടെ കോളേജ് ഉണ്ടല്ലോ. പക്ഷേ എന്നാലും ഞങ്ങൾ അവിടെ പോയി പഠിക്കും, അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും, അവിടുത്തെ സൗകര്യങ്ങളൊക്കെ നേടും. പക്ഷേ ഇവിടെ കേരളത്തിൽ ആരും ഈ സൗകര്യങ്ങളൊന്നും നേടാനോ പഠിക്കാനോ അവർ സമ്മതിക്കില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആലോചിക്കുക, എത്ര മ്ലേച്ഛമായിട്ടാണ് സ്വന്തം മുഖ്യമന്ത്രിയെ വിളിക്കുന്ന വിളിയൊക്കെ കേട്ടാൽ. ഇവൻ്റെയൊക്കെ വീട്ടിൽ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ? ഇതിൻ്റെ ഒന്നും തലയിൽ ആളില്ലാഞ്ഞിട്ടാണോ? എന്തൊക്കെ മോശമാണെന്ന് ഓർത്തിട്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ ഒരെണ്ണത്തിന് പോലും അതിനകത്ത് ബോധമുണ്ടെങ്കിൽ ഈ വൃത്തികേട് കാണിക്കത്തില്ല, ഇതുപോലെ വൃത്തികേട് വന്നിരുന്ന് പറയത്തില്ലെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സത്യം പറഞ്ഞാണല്ലോ, ഇതൊക്കെ കാണുമ്പം തലയിൽ ആൾതാമസമുള്ള മനുഷ്യരും കുട്ടികളും ഒക്കെ നിങ്ങളെക്കുറിച്ച് പരമപുച്ഛമായിട്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ വിളിക്കുന്നതൊന്നും അത്ര വലിയ കേമത്തരമായിട്ടോ നല്ല കാര്യമായിട്ടോ ഒരാളും കരുതുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ടത്. വെറുതെ തല്ലുകൊള്ളാൻ വേണ്ടി നടക്കുന്ന കുറേ അലവലാദികൾ എന്നല്ലാതെ ഇതിനകത്തൊന്നും പറയാനില്ല. PMC പദ്ധതി എന്താണെന്നോ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ ഒന്നും, ഈ PMC പദ്ധതി എന്താണെന്ന് പോലും അറിയാത്ത വന്നിരുന്നാണ് ഇതിനു വേണ്ടിയിട്ട് ഈ കിടന്ന് ഇങ്കുലാവ് വിളിക്കുന്നത്. കേരളത്തിൽ എത്രയോ സ്കൂളിൽ ഇപ്പോൾ ഓൾറെഡി ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. മാഹിയിലെ മിക്ക സ്കൂളുകളിലും ഇത് നടപ്പിലാക്കുന്നത് എല്ലാവരും നടപ്പിലാക്കിയതാണ്. അവിടെ ഒന്നും ഒരു വിഷയമില്ലാതെ നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ ഇഷ്ടം പോലെ, അതായത് നേരത്തെ 4-5 ലക്ഷം രൂപ ഒരു സ്കൂളിലേക്ക് ആവശ്യത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ട് ഇപ്പം 45-50 ലക്ഷം രൂപ ആ സ്കൂളിലേക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കടിയാണ് നിനക്കൊക്കെ എന്ന് എനിക്ക് മനസ്സിലാവാനുള്ളത്. എന്ത് അജണ്ട നടപ്പാക്കാനാണ് ഈ കൊച്ചു പിള്ളേരുടെ അടുത്ത്? എന്ത് അജണ്ട നടപ്പാക്കാനാണ് ഈ പറയുന്നത്? നീയൊക്കെ എന്തറിഞ്ഞിട്ട് വന്നിരുന്നാണ് ഈ കിടന്ന വൃത്തികെട്ട മുദ്രാവാക്യം വിളിക്കുന്നത്? ആരാണ് നിങ്ങൾക്ക് ഇപ്പോൾ പോലെയുള്ള മുദ്രാവാക്യം എഴുതി തരുന്നവന് ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊള്ളാം, ഒരാളും കൃത്യമായിട്ട് നിങ്ങളെ എന്താണെന്ന് ഈ ഇതിനകത്തൂടെ ഒക്കെ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കുറച്ച് ഈ കമൻറ്റ് സെക്ഷൻ വായിച്ച് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ നിങ്ങളെ മനസ്സിലാക്കാൻ വേറെ ആരെക്കൊണ്ടും സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, ഇഷ്ടമില്ലാത്തൊരു സ്കിപ്പ് ചെയ്യുകയോ ബ്ലോക്ക് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നന്ദി.